കല, സംസ്കാരം. കഥകളിയുടെ സാഹിത്യരൂപം എന്താണ്? കഥകളിയുടെ സാഹിത്യരൂപം എന്നറിയപ്പെടുന്നത് ആട്ടക്കഥയാണ്. കഥകളിയിലെ പ്രധാന വേഷങ്ങൾ എന്തെല്ലാമാണ്? പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് തുടങ്ങിയവയാണ്. പച്ചവേഷം നൽകുന്നത് ആർക്ക്? സ്വാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം. ഇതിഹാസങ്ങളിലെ വീരനായകന്മാരെയെല്ലാം പച്ചവേഷത്തിൽ അവതരിപ്പിക്കുന്നു. നന്മയുടെ ഭാവങ്ങളാണ് പച്ചവേഷങ്ങൾ. വീരരായ രാജാക്കന്മാർ, രാമൻ, ലക്ഷ്മണൻ തുടങ്ങിയവർക്ക് പച്ചവേഷങ്ങളാണ്. പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷം കത്തിവേഷമാണ്. അസുരത്വം ഉള്ളവരെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് നെടുംകത്തി. കഥകളിയിൽ താടി വേഷങ്ങൾ എത്ര വിധം? 3 തരത്തിലാണ്: ചുവന്ന താടി, വെളുത്ത താടി, കരിന്താടി. രാജ്യത്വമുള്ളവരും ശൃംഗാരരസ പ്രധാനരുമായ പ്രതിനായകന്മാരുടെ വേഷം കുറും കത്തിയാണ്. രാജ്യത്വമുള്ളവരും ശൃംഗാരരസ പ്രധാനരുമായ പ്രതിനായകന്മാരുടെ വേഷമാണ് കുറും കത്തിയാണ്. ഉദാഹരണം രാവണൻ, ദുര്യോധനൻ തുടങ്ങിയവർക്ക് കുറും കത്തിയാണ് വേഷം. എന്നാൽ അസുരത്വ ഉള്ളവരെ പ്രതിനിധീകരിക്കുന്ന വേഷമാണ് നെടുംകത്തി. രാജ്യത്വമുള്ളവരും ശൃംഗാരരസ പ്രധാനരുമായ പ്രതിനായകന്മാരുടെ വേഷം കുറും കത്തിയാണെങ്കിൽ, ഉദാഹരണം രാവണനും ദുര്യോധനനൊക്കെ കുറും കത്തിയാണ്. എന്നാൽ അസുരത്വമുള്ളവരെ പ്രതിനിധീകരിക്കുന്ന വേഷം നെടുംകത്തിയാണ്. ഉദാഹരണം കടോൽക്കത്തിനൊക്കെ എന്താണ്? നെടുംകത്തിയാണ് വേഷമായി വരുന്നത്. കഥകളിൽ പ്രധാനമായി 3 തരത്തിലുള്ള താടിവേഷങ്ങളാണ് ഉള്ളത്: ചുവന്ന താടി, വെളുത്ത താടി, കരിന്താടി. കരിന്താടിയുള്ള കഥാപാത്രങ്ങൾ എന്താണ്? കലി പോലെയുള്ള ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് കറുത്ത താടിവേഷം. കലി പോലെയുള്ള ദുഷ്ട കഥാപാത്രങ്ങൾക്കാണ് കറുത്ത താടിവേഷം. ഹനുമാന്, നന്ദികേശ്വരൻ തുടങ്ങിയവരുടെ വേഷം എന്താണ്? അത് വെളുത്ത താടിയാണ്. ഹനുമാനും നന്ദികേശ്വരനൊക്കെ എന്താണ്? വെളുത്ത താടിയാണ് നൽകുന്നത്. താടിവേഷങ്ങളിൽ ഏറ്റവും ഭീകരതയുള്ള ചുവന്ന താടി ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബഗൻ വരുന്നുണ്ട്, ബാലി വരുന്നുണ്ട്, ദുശാസനൻ മുതലായ തമോഗുണ പ്രധാനരായ അതിക്രൂരന്മാർക്കാണ് താടിവേഷങ്ങൾ ഏറ്റവും ഭീകരതയുള്ള ചുവന്ന താടി നൽകുന്നത്. കരിവേഷം നൽകുന്നത് ആർക്കാണ്? അതായത് താമസ സ്വഭാവികളായ വനചാരികൾക്കാണ് കരിവേഷം നൽകുക. കരിവേഷം നൽകുക. അതായത് വേഷത്തിൽ കറുപ്പ് നിറത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് ആ പേര് വന്നത്. രാക്ഷസിമാർ ഏത് വേഷത്തിലാണ് പെടുന്നത്? രാക്ഷസിമാർക്ക് പെൺകരികൾ അല്ലെങ്കിൽ കാട്ടാളന്മാർക്ക് ആൺകരികൾ എന്ന രീതിയിലാണ് നൽകുന്നത്. മിനുക്ക് വേഷത്തിൽ അരങ്ങത്ത് പ്രത്യക്ഷപ്പെടുന്നവർ ആരെല്ലാം? സ്ത്രീ കഥാപാത്രങ്ങൾക്കും മുനിമാർക്കുമാണ് പ്രധാനമായി മിനുക്ക് വേഷം നൽകുന്നത്. പഴുപ്പ് വേഷം നൽകുന്നത് ആർക്ക്? ദേവകളായ ചില കഥാപാത്രങ്ങൾക്കാണ് പഴുപ്പ് വേഷം നൽകുന്നത്. ഉദാഹരണം ആദിത്യൻ, ശിവൻ, ബലഭദ്രൻ തുടങ്ങിയവർക്കൊക്കെ എന്താണ്? പഴുപ്പ് വേഷമാണ് നൽകുന്നത്. സർപ്പശിരസ്, അതുപോലെ തന്നെ വർദ്ധമാനകം, ഊർണനാഭം, മുകുളം, പതാക തുടങ്ങിയവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയിലെ മുദ്രകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ്? സർപ്പശിരസ്, വർദ്ധമാനകം, ഊർണനാഭം, മുകുളം, പതാക തുടങ്ങിയവയൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയിലെ മുദ്രകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകളിയിലെ ചടങ്ങുകൾ എന്തെല്ലാമാണ്? ചടങ്ങുകൾ എന്തൊക്കെയാണ്? കേളികെട്ടുണ്ട്, അരങ്ങുകേളിയുണ്ട്, തോടയമുണ്ട്, അതുപോലെ തന്നെ വന്ദന ശ്ലോകമുണ്ട്, പുറപ്പാടുണ്ട്, മേളപ്പദം, ധനാശി തുടങ്ങിയവയാണ് കഥകളിയിലെ പ്രധാന ചടങ്ങുകൾ. കഥകളിയിൽ ആട്ടങ്ങൾ എത്ര വിധം? 2 വിധത്തിലാണ് ആട്ടങ്ങളുള്ളത്. ഒന്ന് ചൊല്ലിയാട്ടവും ഉണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഇളകിയാട്ടവും ഉണ്ട്. അപ്പോൾ കഥകളിയിൽ ആട്ടങ്ങൾ എത്ര ഉണ്ട്? 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് ചൊല്ലിയാട്ടവും ഉണ്ട്, 2 ഇളകിയാട്ടവും ഉണ്ട്. സന്താനഗോപാല ആട്ടക്കഥയുടെ രചയിതാവാരാണ്? ആട്ടക്കഥയുടെ രചയിതാവാരാണ്? മണ്ഡപപ്പള്ളി. ആരാണ്? മണ്ഡപപ്പിള്ളി ഇട്ടിരാരിച്ച മേനോനാണ്. എന്താണ്? സന്താനഗോപാലം ആട്ടക്കഥയുടെ രചയിതാവാരാണ്? മണ്ഡപപ്പിള്ളി ഇട്ടിരാരിച്ച മേനോനാണ് സന്താനഗോപാലം ആട്ടക്കഥയുടെ രചയിതാവ്. സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ അവതരണ രീതിയായി അറിയപ്പെടുന്ന കലാരൂപം എന്താണ്? അത് കൂടിയാട്ടമാണ്. സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ അവതരണ രീതിയായി അറിയപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം എന്താണ്? അത് കൂടിയാട്ടമാണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച
ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം എന്താണ്? അത് കൂടിയാട്ടമാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം എന്താണ്? അത് കൂടിയാട്ടമാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം എന്താണ്? കൂടിയാട്ടമാണ്. പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണ്ടിവരും? ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസമാണ് വേണ്ടിവരുന്നത്. കൂടിയാട്ടം ഉരുത്തിരിഞ്ഞത് ഏത് കലാരൂപത്തിൽ നിന്നാണ്? ആംഗുലിയാങ്കം. എന്താണ്? അങ്കുലിയാങ്കമാണ് കേട്ടോ. കൂടിയാട്ടം ഉരുത്തിരിഞ്ഞത് ഏത് കലാരൂപത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അങ്കുലിയാങ്കമാണ്. അങ്കുലിയാങ്കത്തിൽ നിന്നാണ് കൂടിയാട്ടം ഉരുത്തിരിഞ്ഞു വന്നത്. എന്താണ് അങ്കുലിയാങ്കം കൂത്ത് എന്ന് നോക്കാം. ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. എന്താണ്? ഹനുമാൻ വേഷത്തിൽ രാമായണ കഥ പറയുന്നതാണ് അങ്കുലിയാങ്കം കൂത്ത്. അപ്പൊ അങ്കുലിയാങ്കത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? കൂടിയാട്ടം വരുന്നത്. ചാക്യാർ രംഗത്ത് വന്ന് വന്ദനം നടത്തിയതിനു ശേഷം അവതരിപ്പിക്കുന്ന നൃത്തം എന്താണ്? ചാരി എന്നാണ് പറയുന്നത്. ചാക്യാർ രംഗത്ത് വന്ന് വന്ദനം നടത്തിയതിനു ശേഷം അവതരിപ്പിക്കുന്ന നൃത്തം എന്താണ്? ചാരി എന്നാണ് പറയുന്നത്. കൂത്തിന് ഉപയോഗിക്കുന്ന ഗദ്യ, പദ്യ, സംഘടിതങ്ങൾ ആയ കൃതികൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രബന്ധങ്ങൾ എന്നാണ്. കൂത്തിന് ഉപയോഗിക്കുന്ന ഗദ്യ, പദ്യ, സംഘടിതങ്ങളായ കൃതികൾ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രബന്ധങ്ങൾ എന്നാണ്. അതുപോലെ സ്ത്രീകൾ, അതായത് നങ്ങ്യാർ മാത്രമായി നടത്തുന്ന കൂത്ത് അറിയപ്പെടുന്ന എന്താണ്? നങ്ങ്യാർ കൂത്ത്. സ്ത്രീകൾ മാത്രമായി നടത്തുന്ന കൂത്ത് എന്താണ്? നങ്ങ്യാർ കൂത്താണ്. സ്ത്രീകൾ മാത്രമേ നടത്തുന്ന കൂത്ത് എന്താണ്? നങ്ങ്യാർ കൂത്താണ്. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം എന്താണ്? മിഴാവാണ് കേട്ടോ. കൂത്തിനും കൂടിയാട്ടത്തിനും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം എന്താണ്? അത് മിഴാവാണെന്ന് ഓർത്തിരിക്കണം. കൂത്തിൽ നങ്ങ്യാർ കെട്ടുന്ന വാദ്യമാണ് കുഴിത്താളമാണ്. കൂത്തിൽ നങ്ങ്യാർ കൊട്ടുന്ന വാദ്യം എന്താണ്? അത് കുഴിത്താളമാണെന്ന് ഓർത്തിരിക്കണം. കൂത്തിന്റെ ലഘൂകരിച്ച രൂപം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് പാടകം. കൂത്തിന്റെ ലഘൂകരിച്ച രൂപം എന്താണ്? കൂത്തിന്റെ ലഘൂകരിച്ച രൂപം എന്നറിയപ്പെടുന്ന കലാരൂപം എന്താണ്? പാടകം എന്നാണ് അറിയപ്പെടുന്നത്. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഓട്ടംതുള്ളലിനെയാണ്. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് എന്താണ്? ഓട്ടംതുള്ളലാണെന്ന് ഓർത്തിരിക്കണം. ആദ്യത്തെ തുള്ളൽ കൃതിയായി അറിയപ്പെടുന്നത്, ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികമാണ്. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അതുപോലെ തന്നെ ആദ്യത്തെ തുള്ളൽ കൃതിയായി അറിയപ്പെടുന്നത് എന്താണ്? അത് കല്യാണ സൗഗന്ധികമാണ്. തുള്ളൽ എത്ര തരത്തിലുണ്ട്? 3 തരം തുള്ളലാണുള്ളത്. 1 ഓട്ടംതുള്ളൽ, 2 പറയൻ തുള്ളല്, 3 ശീതങ്കൻ തുള്ളല്. ഏതൊക്കെയാണ്? ഓട്ടംതുള്ളല്, പറയൻ തുള്ളല്, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളല്. മോഹിപ്പിക്കുന്നവളുടെ നൃത്തം എന്നറിയപ്പെടുന്നത് എന്താണ്? മോഹിപ്പിക്കുന്നവളുടെ നൃത്തം എന്നറിയപ്പെടുന്നത് എന്താണ്? മോഹിനിയാട്ടമാണ് കേട്ടോ. അപ്പം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് എന്താണ്? ഓട്ടംതുള്ളലാണ്. അതുപോലെ തന്നെ കൂത്തിന്റെ ലഘൂകരിച്ച രൂപത്തെ നമ്മൾ എന്ത് പറഞ്ഞു? പാടകമെന്ന് പറഞ്ഞു. മോഹിപ്പിക്കുന്നവളുടെ നൃത്തം എന്നറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. അടുത്തത് ദേവദാസി നൃത്തത്തെ പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ അവതരിപ്പിച്ച് സ്വാതി തിരുനാളാണ്. എന്താണ്? ദേവദാസി നൃത്തത്തെ പരിഷ്കരിച്ചിട്ട് എന്താണ്? മോഹിനിയാട്ടം എന്ന പേരിൽ അവതരിപ്പിച്ചു. അപ്പോൾ ദേവദാസി നൃത്തത്തെ പരിഷ്കരിച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണ്? മോഹിനിയാട്ടം എന്ന രൂപയിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. മോഹിപ്പിക്കുന്നവരുടെ നൃത്തം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മോഹിനിയാട്ടമാണ്. അപ്പൊ ദേവദാസി നൃത്തത്തെ പരിഷ്കരിച്ച് മോഹിനിയാട്ടം എന്ന പേരിൽ അവതരിപ്പിച്ചത് ആരാണ്? അത് സ്വാതി തിരുനാളാണ്. മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ചത് ആരാണ്? അത് വള്ളത്തോൾ നാരായണ മേനോനാണ്. മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിൽ പരിഷ്കരിച്ച ആരാണ്? അത് വള്ളത്തോൾ നാരായണ മേനോനാണെന്നും ഓർത്തിരിക്കുക. മോഹിനിയാട്ടത്തിൽ അരങ്ങിൽ വലതുവശത്ത് ഇരുന്ന് പാടുന്ന പാട്ടുകൾ അറിയപ്പെടുന്നത് വാചികം എന്നാണ്. മോഹിനിയാട്ടത്തിൽ അരങ്ങിന്റെ വലതുവശത്ത് ഇരുന്ന് പാടുന്ന പാട്ടുകൾ അറിയപ്പെടുന്നത് എന്താണ്? വാചികം എന്നാണ് അറിയപ്പെടുന്നത്. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗുരു ഗോപിനാഥാണ്. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗുരു ഗോപിനാഥാണെന്ന് ഓർത്തിരിക്കണം. അപ്പം തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. എന്നാൽ കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ഗുരു ഗോപിനാഥാണെന്ന് ഓർത്തിരിക്കണം. ചിന്നത്തമ്പി, അണ്ണാവി, അതുപോലെ തന്നെ വേദനായകം പിള്ള എന്നിവർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ചിന്നത്തമ്പി, അണ്ണാവി, അതുപോലെ തന്നെ വേദനായകം പിള്ള. ചിന്നത്തമ്പി, അണ്ണാവി,
അതുപോലെ തന്നെ വേദനായകം പിള്ള, ഇവർ രണ്ടുപേരും എന്താണ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചവിട്ട് നാടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യൂറോപ്പിലെ ഓപ്പറകളോട് സാമ്യമുള്ള കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം. എന്താണ്? യൂറോപ്പിലെ ഓപ്പറകളോട് സാമ്യമുള്ള കേരളീയ കലാരൂപമാണ് എന്ത്? ചവിട്ട് നാടകം. 12 അപ്പോസ്തലന്മാരെ അനുസ്മരിച്ച് 12 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്തീയ കലാരൂപമാണ് മാർഗംകളി. 12 അപ്പോസ്തലന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 12 പേർ ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിസ്തീയ കലാരൂപമാണ് എന്ത്? മാർഗംകളി. മാർഗംകളി പാട്ടുകളുടെ പ്രമേയം എന്താണ്? സെന്റ് തോമസ് കേരളത്തിൽ വന്നതിനെയും അദ്ദേഹം നടത്തിയ പ്രവൃത്തികളുടെയും വർണ്ണനയാണ് മാർഗംകളിയിൽ ഉള്ളത്. എ പാഷൻ ഫോർ ഡാൻസ് എന്നത് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ എന്താണ്? എ പാഷൻ ഫോർ ഡാൻസ് എന്നത് ആരുടെ ആത്മകഥയാണ്? യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് എ പാഷൻ ഫോർ ഡാൻസ്. ഉത്തര കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം. ഉത്തര കേരളത്തിലെ കാവുകളിലും ക്ഷേത്രങ്ങളിലും നടത്തിവരുന്ന അനുഷ്ഠാന കല എന്താണ്? അത് തെയ്യമാണെന്ന് ഓർത്തിരിക്കണം. ഒരു ദിവസം 39 തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയ കണ്ണൂർ സ്വദേശിയാണ് മണക്കാടൻ രാമൻ ഗുരുക്കളാണ്. അപ്പോൾ ഒരു ദിവസം 39 തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയ കണ്ണൂർ സ്വദേശി ആരാണ്? മണക്കാടൻ രാമൻ ഗുരുക്കളാണെന്ന് ഓർത്തിരിക്കണം. നാടൻ കലകളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? മണക്കാടൻ രാമൻ ഗുരുക്കളാണ്. അപ്പോൾ ഒരു ദിവസം 39 തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയ കണ്ണൂർ സ്വദേശിയാണ് മണക്കാടൻ രാമൻ ഗുരുക്കൾ. അപ്പൊ ആരാണ് ഈ മണക്കാടൻ രാമൻ ഗുരുക്കൾ? നാടൻ കലകളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ആളാണ് ഒരു മണക്കാടൻ രാമൻ ഗുരുക്കൾ. നാടൻ കലകളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? മണക്കാടൻ രാമൻ ഗുരുക്കളാണ്. അടുത്ത ബ്രാഹ്മണമായി ബന്ധപ്പെട്ട തെയ്യവുമായി കരുതപ്പെടുന്നത് എന്താണ്? കുട്ടിച്ചാത്തൻ തെയ്യമാണ്. ബ്രാഹ്മണമായി ബന്ധപ്പെട്ട തെയ്യമായി കരുതപ്പെടുന്നത് എന്താണ്? കുട്ടിച്ചാത്തൻ തെയ്യമാണെന്ന് ഓർത്തിരിക്കുക. നീലേശ്വരം രാജാവും കർണാടക സൈന്യവുമായുള്ള യുദ്ധത്തിൽ നീലേശ്വരം രാജാവിനെ സഹായിച്ചു എന്ന് കരുതപ്പെടുന്ന ദേവതയുമായി ബന്ധപ്പെട്ട തെയ്യം ഏതാണ്? പടമടക്കി ഭഗവതി തെയ്യം. എന്താണ്? നീലേശ്വരം രാജാവും കർണാടക സൈന്യവുമായുള്ള യുദ്ധത്തിൽ നീലേശ്വരം രാജാവിനെ സഹായിച്ചു എന്ന് കരുതപ്പെടുന്ന ദേവതയുമായി ബന്ധപ്പെട്ട തെയ്യം ഏതാണ്? അത് പടമടക്കി ഭഗവതി തെയ്യമാണ്. എന്താണ്? പടമടക്കി ഭഗവതി തെയ്യം. സംസ്കൃതത്തിന്റെയും നാടോടി നൃത്തത്തിന്റെയും സ്വാധീനമുള്ള കാസർഗോഡ് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന കലാരൂപം എന്താണ്? അത് യക്ഷഗാനമാണ്. യക്ഷഗാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദേവന്മാരുടെ സംഗീതം എന്നാണ്. യക്ഷഗാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദേവന്മാരുടെ സംഗീതം എന്നാണ്. ആന്ധ്രയിലെ വീതി നാടകയോട് സാമ്യമുള്ള കലാരൂപമാണ്. ആന്ധ്രയിലെ വീതി നാടക കലാരൂപം എന്താണ്? ആന്ധ്രയിലെ വീതി നാടകയോട് സാമ്യമുള്ള കലാരൂപം എന്താണ്? അത് യക്ഷഗാനമാണ്. യക്ഷഗാന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഞ്ചേശ്വരമാണ്. യക്ഷഗാന മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഞ്ചേശ്വരമാണ്. കഥകളിയുടെ സാഹിത്യ രൂപം എന്താണ്? ആട്ടക്കഥയാണ്. കഥകളുടെ സാഹിത്യ രൂപം ആട്ടക്കഥ.